മഹാപ്രളയത്തിൽ നിന്നും കേരളനാടിനെ കൈപിടിച്ചുയർത്താൻ മുന്നിലുണ്ടായിരുന്ന ഓഫ് റോഡ് വാഹനങ്ങളുടെ നിലനിൽപ്പ് ഇപ്പോൾ അനിശ്ചിതത്വത്തിലാണ്. രക്ഷാപ്രവർത്തനങ്ങൾക്ക് ആവശ്യ സാധനങ്ങൾ എത്തിക്കുന്നതിനും കേരളത്തിലെ ഓഫ് റോഡ് വാഹനങ്ങൾ ചെറുതെങ്കിലും ഒരു പങ്ക് വഹിച്ചു. സ്വമനസാലെയാണ് ഓഫ് റോഡ് വാഹന ഉടമകളുടെ കൂട്ടായ്മ രക്ഷാപ്രവർത്തനത്തിനായി ഇറങ്ങിത്തിരിച്ചത്. എന്നാൽ അന്ന് ഈ സേവനങ്ങളെ വാനോളം പുകഴ്ത്തിയവർ ഇപ്പോൾ ഓഫ് റോഡ് വാഹനങ്ങളെ തള്ളിപ്പറയുകയാണെന്നും കുറിപ്പിൽ ടീസൺ വ്യക്തമാക്കി. ഹലോ ഫ്രണ്ട്സ്, ഞാൻ സുമേഷ് കാർത്തി. അപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് FBയിലും ഇൻസ്റ്റയിലും യൂട്യൂബിലും എവിടെ നോക്കിയാലും സേവ് മോഡിഫിക്കേഷൻ്റെ ഹാഷ്ടാഗാണ്. എന്താണ് കാര്യം? എന്താണെന്നല്ലേ, ഈ ഇടയ്ക്ക് നമ്മുടെ ബഹുമാനപ്പെട്ട സുപ്രീം കോടതി ഒരു ഉത്തരവ് പുറത്തിറക്കി. അതായത് മോഡിഫൈഡായ വാഹനങ്ങളെല്ലാം ബാൻ ചെയ്യാൻ. ഞങ്ങൾ ഈ വണ്ടിപ്രാന്തന്മാർക്ക് ഞങ്ങളുടെ ജീവനേക്കാൾ കൂടുതലാണ് വണ്ടിയെ സ്നേഹിക്കുന്നത്. അങ്ങനെയുള്ളവർക്ക് സാറേ ഈ കള്ളും കഞ്ചാവും ഒന്നും അല്ല അഡിക്ഷൻ, യാത്രകളും വണ്ടികളും ഒക്കെ തന്നെ ആയിരിക്കും. സാറേ, ഈ നാട്ടിൽ ഇതിലും വലിയ ചെറ്റത്തരങ്ങൾ കാണിക്കുന്നവർ നെഞ്ചു വിരിച്ച് നടക്കുന്നുണ്ട്. അതിലൊന്നും ഒരു തെറ്റുമില്ല, ആർക്കും പരാതിയില്ല. ഞങ്ങളെപ്പോലുള്ളവർ വണ്ടി ഒന്ന് മോഡിഫൈ ചെയ്താലോ അതിലൊന്ന് എക്സോസ്റ്റ് വെച്ചാലോ ഇവിടെ വൻ വിഷയമായി. കൊലപാതകത്തിനേക്കാൾ വലിയ വെല്ലം അറിഞ്ഞോ വിഷയങ്ങളാ ഇവിടെ ഫുള്ളങ്ങ് വിഷയങ്ങളാ. അങ്ങ് ഓപ്പറേഷൻ കോബ്ര, ഓപ്പറേഷൻ ഫ്രീക്ക്, ഓപ്പറേഷൻ ഗത, എന്തോന്നടേ ഇത് എന്റെ പൊന്നളിയ. 2 3 എത്തിച്ചേരുന്ന ഒരൊറ്റ കാര്യത്തിലോട്ടാ കാർസ് ആൻഡ് ബൈക്സ് രണ്ടും അങ്ങ് തൂക്കുക. കാരണം അതോടുകൂടി ഇവിടുത്തെ പ്രശ്നങ്ങൾ കംപ്ലീറ്റ് തീരുവാണ്. പിന്നെന്തുവാ നവകേരളം പൊട്ടി മുളച്ചു. ഇനി ഇതൂടെ ഉള്ളൂ, എല്ലാരെയും തൂക്കി. ഇനി വണ്ടിയുള്ള മോഡിഫൈഡ് ചെയ്ത കാർസും ബൈക്സും തൂക്കിക്കഴിഞ്ഞാൽ തീർന്നു. ഇവിടുത്തെ പ്രശ്നങ്ങൾ ഫുള്ളായിട്ട് അങ്ങ് തീർന്നു. എന്തോ ചെയ്യാനാ ഇനിയിപ്പോ നമ്മളൊക്കെ എന്തോ ചെയ്യും? ഇനി നമ്മൾ ആകെക്കൂടെ കുറച്ച് ആൾക്കാരോടൊക്കെ പരിചയപ്പെടുന്നതും ആൾക്കാരൊക്കെ നമ്മളെ അറിയുന്നതും ആകെക്കൂടി അറിയാവുന്ന ഒരൊറ്റ ഫീൽഡ് ഇതേ ഉള്ളൂ, വണ്ടിപ്രാന്ത്. വണ്ടിപ്രാന്തിലൂടെ സൈക്കിളിനകത്ത് മോഡിഫൈഡ് ചെയ്ത് നമ്മൾ ഇറക്കും. സൈക്കിൾ ഓപ്പറേഷൻ സൈക്കിൾ എന്ന് പറഞ്ഞ നാളെ വരണം കേട്ടോ. ഈ ഇടയ്ക്ക് സുപ്രീം കോടതി ഒരു ഉത്തരവ് പുറത്തിറക്കിയല്ലോ, അതായത് മോഡിഫൈഡായ വാഹനങ്ങൾ നിരോധിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിനെക്കുറിച്ച് താങ്കളുടെ അഭിപ്രായം എന്താണ്? നല്ലതാണോ മോശമാണോ അത് സംഭവം? ഇപ്പം ഇത് നിലവിൽ വന്നിട്ടേ ഉള്ളൂ. കാരണം ഈ മോഡിഫിക്കേഷൻ പാടില്ല എന്നുള്ള മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇങ്ങനെ ഏതൊക്കെ തരത്തിൽ നമുക്ക് ചെയ്തുകൂടാ എന്നുള്ളത് കറക്റ്റായിട്ട് അറിയത്തില്ല. മോഡിഫിക്കേഷൻ എന്ന് പറയുമ്പോൾ പല രീതിയിൽ വരും. അതായത് എൻജിൻ മോഡിഫിക്കേഷൻ ഉണ്ട്, എക്സോസ്റ്റ് മോഡിഫിക്കേഷൻ ഉണ്ട്, അതായത് പിന്നെ ഫേസ് ലിഫ്റ്റ് ഉണ്ട്. അതായത് നമ്മുടെ ഫ്രണ്ട് വാഹനത്തിൻ്റെ മുൻഭാഗം തന്നെ മാറ്റുന്ന രീതിയുണ്ട്. അതായത് നമ്മൾ കാണുമ്പോൾ തന്നെ വേറൊരു വ്യത്യസ്തമായ രീതിയിൽ വാഹനമായിട്ട് നമുക്ക് തോന്നും. അപ്പോൾ ഇതൊക്കെ നല്ലതായിട്ടാണോ നിങ്ങൾക്ക് തോന്നുന്നത്, അതോ ഇങ്ങനെയൊന്നും പാടില്ല എന്നാണ് നിങ്ങളുടെ അഭിപ്രായം? മോഡിഫിക്കേഷൻ ഇപ്പം സുമേഷ് പറഞ്ഞ പോലെ ഒരുപാട് ടൈപ്പ് ഉണ്ട്. ഈ സൈലൻസർ ഓവർ സൗണ്ട് ആവും, ഒരുമാതിരി ഈ ഹാർട്ടിന് പ്രോബ്ലം ഉണ്ടാക്കുന്ന തരത്തിലുള്ള സൗണ്ട് വരെ നമുക്ക് ഇവിടെ അറിയാം ഈ ബൈക്കുകളിലും കാറുകളിലൊക്കെ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഈ ഇടയ്ക്ക് തന്നെ ഒരു ബെലീനോ കേരള മോട്ടോർ വെഹിക്കിൾ പിടികൂടുകയുണ്ടായി. എന്ന് വെച്ചാൽ അതിനെ രൂപമാറ്റം വരുത്തി ബെൻസിനെ പോലെ ആക്കി. അപ്പോൾ അങ്ങനെ വന്നപ്പോഴാണ് ഇത് കൂടുതലായിട്ട് മോഡിഫിക്കേഷൻ രംഗത്തുള്ള ഈ വാഹനങ്ങൾ പിടിക്കാൻ തുടങ്ങിയത്. അപ്പോൾ അതിനെക്കുറിച്ച് താങ്കളുടെ അഭിപ്രായം എന്താണ്? ഇങ്ങനെ ഒരു കമ്പനി ഒരു വാഹനത്തെ ഇറക്കുന്നതിനെ വേറൊരു കമ്പനി മോഡലാക്കി മാറ്റുന്നതിനെ കുറിച്ചുള്ള അഭിപ്രായം? അതിനെക്കുറിച്ച് അഭിപ്രായം എന്ന് പറഞ്ഞാൽ അത് ആ മോഡിഫിക്കേഷൻ ചെയ്യുന്നത് കാരണം തെറ്റ് തന്നെയാണ്. കാരണം വണ്ടിയുടെ മോഡലിനെ തന്നെ അത് വേറൊരു രീതി ആക്കുന്നു. ബെൻസ് എന്ന് പറഞ്ഞ് ചെക്ക് ചെയ്തെല്ലാം കഴിഞ്ഞപ്പോൾ അവസാനമാണ് നമ്മൾ അറിഞ്ഞത് അത് ബെലീനോ ആണെന്ന്. അപ്പോൾ ആ രീതിയിൽ ഒരു മോഡിഫിക്കേഷൻ ചെയ്യുന്നത് എന്തുകൊണ്ടും തെറ്റായ ഒരു ഇതാണ്. അപ്പോൾ നമ്മുടെ ഈ ഓഫ് റോഡ് വാഹനങ്ങളായ ഈ മഹേന്ദ്ര, താറ്, നമ്മുടെ ജീപ്പ് അങ്ങനത്തെ വാഹനങ്ങളിൽ മോഡിഫിക്കേഷൻ വരുത്താൻ പാടുണ്ടോ? അത് അവർക്ക് ഒരു ആവശ്യമില്ല. എന്ന് വെച്ചാൽ ഓഫ് റോഡിങ്ങിന് വേണ്ടിയുള്ള വാഹനങ്ങളാണ് ആ ജീപ്പും മഹേന്ദ്ര, താറൊക്കെ അങ്ങനത്തെ വാഹനങ്ങൾ. അപ്പോൾ അതിനൊക്കെ ഒരു അനുമതി കൊടുക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം. താങ്കളുടെ അഭിപ്രായം എന്താണ് അതിന്? തീർച്ചയായും അത് തന്നെയാണ് എൻ്റെ അഭിപ്രായവും. അതിന് ആവശ്യമായ രീതിയിൽ മോഡിഫിക്കേഷൻ വേണം എന്നാണ് ഞാൻ പറയുന്നത്. ഇപ്പോൾ RTO നമ്മുടെ ഏതൊക്കെ തരത്തിലുള്ള മോഡിഫിക്കേഷനാണ് അനുവദിക്കുന്നതെന്ന് താങ്കൾക്ക് കുറേ ഡൗട്ടുകളും കാര്യങ്ങളും ഉണ്ടാകും. ഒരു വാഹന സ്നേഹി എന്ന നിലയിൽ താങ്കൾക്കുണ്ടാകും. അപ്പോൾ എന്തൊക്കെ തരത്തിലുള്ള സംശയങ്ങളാണ് താങ്കൾക്കുള്ളത്? എനിക്കുള്ളത് ഒന്നാമതായിട്ട് നമ്മൾ അഡീഷണൽ ഫോഗ് ലാമ്പ് വയ്ക്കാമോ? ഫോഗ് ലാമ്പ് ഇല്ലാത്ത വണ്ടികളിൽ അഡീഷണൽ ഫോഗ് ലാമ്പ് വയ്ക്കാമോ? പിന്നെ ഈ കൂളിംഗ് ഫിലിമും ഫുള്ള് കവർ ചെയ്തിട്ടുള്ള കൂളിംഗ് ഫിലിമുണ്ട്, അതല്ല ലൈറ്റായിട്ടുള്ള കൂളിംഗ് ഫിലിമുണ്ട്. ഈ കൂളിംഗ് ഫിലിം ഒട്ടിക്കാമോ? അതിനെക്കുറിച്ച് ഒരുപാട് അലോയ് വീലുകൾ ഇറങ്ങുന്നുണ്ട്. അതിൽ കുറച്ച് നമ്മളെ ബോഡിയും കാട്ടി പുറത്തോട്ട് നിൽക്കുന്ന അലോയ് വീലുകളാണ്. അപ്പം എങ്ങനെ ആ ടൈപ്പിലുള്ള അലോയ് വീലുകൾ ഉപയോഗിക്കാം? ഈ അഡീഷണലായിട്ട് നമ്മൾ ഈ പ്രൊജക്ടർ ഹെഡ്ലൈറ്റുകൾ ഉപയോഗിക്കുന്നുണ്ട്, അത് ഉപയോഗിക്കാം. ഞങ്ങൾ ഈ വണ്ടിപ്രാന്തന്മാർക്ക് ഞങ്ങളുടെ ജീവനേക്കാൾ കൂടുതലാണ് വണ്ടിയെ സ്നേഹിക്കുന്നത്. അങ്ങനെയുള്ളവർക്ക് സാറേ ഈ കള്ളും കഞ്ചാവും ഒന്നും അല്ല അഡിക്ഷൻ, യാത്രകളും വണ്ടികളും ഒക്കെ തന്നെ ആയിരിക്കും.
സാറേ, ഈ നാട്ടിൽ ഇതിലും വലിയ ചെറ്റത്തരങ്ങൾ കാണിക്കുന്നവർ നെഞ്ചു വിരിച്ച് നടക്കുന്നുണ്ട്. അതിലൊന്നും ഒരു തെറ്റുമില്ല, ആർക്കും പരാതി. നമുക്ക് ഈ വണ്ടി മോഡിഫൈ ചെയ്തവർക്ക് ചോദിക്കാൻ വേണ്ടി ആരുമില്ല ബ്രോ. നമ്മുടെ ഈ നാട്ടിലെ കേരളത്തില് നമുക്ക് എന്ത് പിഴപ്പമാണ് കാണിക്കുക, ആരോടും കൊല്ലോ ഏത് പെട്ടെന്ന് പീഡിപ്പിക്കുകയോ എന്ത് വൃത്തിയിലൊന്നും കാണിക്കാം, അതിനൊന്നും ആർക്കും ഒരു കുഴപ്പമില്ല. വണ്ടി മോഡിഫൈഡ് വണ്ടികളാണ്. ഈ മോഡിഫൈഡ് വണ്ടികൾ ശരിക്കും നിയമവിരുദ്ധമല്ലേ? നിയമവിരുദ്ധം അല്ലേ എന്ന് ചോദിച്ചാൽ നമ്മുടെ നിയമത്തിന്റെ പ്രശ്നമാണെന്ന് ഞാൻ പറഞ്ഞു. ഒരു വാഹനപ്രേമി എന്ന നിലയിൽ എൻ്റെ അഭിപ്രായം നിങ്ങളുമായി ഷെയർ ചെയ്യണമെന്ന് തോന്നി. അതുകൂടാതെ നിങ്ങൾ ആദ്യമായി ഈ ചാനൽ കാണുന്നതിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി ഒന്ന് എനേബിൾ ചെയ്യുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. വാഹന മോഡിഫിക്കേഷനുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ രേഖപ്പെടുത്താവുന്നതാണ്. വീണ്ടും ഒരു പുതിയ വീഡിയോയുമായി കാണുന്നവരേക്കും ഇറ്റ്സ് മീ സുമേഷ് കാർത്തി, സൈനിങ് ഓഫ്. காயப்பட்ட சிங்கத்தோட மூச்சு கர்ஜனையோட பயங்கரமா இருக்கும். உனக்கு பின்னாடி 1000 பேர் இருக்காங்கன்ற தைரியம் உனக்கு இருந்தா உன்னால ஒரு போர்ல தான் ஜெயிக்க முடியும். அதே 1000 பேருக்கு நீ முன்னாடி இருக்கிறன்ற தைரியம் வந்துச்சுன்னா உலகத்தையே ஜெயிக்கலாம்.